إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം ക്രമീകരിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടികളിൽ നിന്ന് ധന്യനാണ്, അവരിലേക്ക് ആശ്രയിക്കാത്തവനാണ്. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അതിനെ അടക്കി ഭരിക്കുകയും ചെയ്യുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ മനുഷ്യരായവർ, സൃഷ്ടികളായവർ, അവർ അല്ലാഹുവിലേക്ക് അങ്ങേയറ്റം ആവശ്യക്കാരാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ സഹായം കൂടാതെ, ആശ്രയമില്ലാതെ അവർക്ക് അതിന് കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അൽ ഗനി, അവൻ ഗനിയാകുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് അങ്ങേയറ്റം ആവശ്യമുള്ളവരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, എന്നാൽ അല്ലാഹു ആകട്ടെ അവൻ ഗനിയാണ്, അവൻ സ്വയം പര്യാപ്തനാണ്, അവൻ സൃഷ്ടികളിൽ നിന്ന് അവൻ ധന്യനാണ്. അൽ ഹമീദ്, അവൻ സ്തുത്യർഹനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അസ്സമദാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ അല്ലാഹു സമദ്, അല്ലാഹു എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ധന്യനാണ്, അവൻ ആരുടെയും ആശ്രയങ്ങൾ അവൻ ആവശ്യമായിട്ട് വരുന്നില്ല. എന്നാൽ മനുഷ്യരുടെ അവസ്ഥ അങ്ങനെയല്ല. അവരുടെ ഓരോ നിമിഷങ്ങളും അത് അല്ലാഹുവിന്റെ സഹായം കൂടാതെ, അല്ലാഹുവിലേക്ക് അവർ ആശ്രയിക്കാതെ അവർക്കൊരു അടി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ധന്യത, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കഴിവും അവന്റെ ഖുദ്റത്തും അവന്റെ മഹത്വവും അതെല്ലാം വിളിച്ചറിയിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്. അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. മഹാനായ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീമാ റവാ അനില്ലാഹി തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു നൽകുകയാണ്. ഇത്തരത്തിലുള്ള ഹദീസുകളെയാണ് അൽ ഹദീസുൽ ഖുദ്സി അല്ലെങ്കിൽ അൽ ഹദീസുൽ ഇലാഹി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ ദാസന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഓരോരോ കാര്യങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. യാ ഇബാദി എന്ന് വിളിക്കുമ്പോൾ നാം ഓരോരുത്തരെയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത്. അല്ലാഹുവിന്റെ യാ ഇബാദി എന്നുള്ള ആ വിളിയിൽ നാം ഉൾപ്പെട്ടു എന്നത് തന്നെ അത് വലിയൊരു ഭാഗ്യമായി, സൗഭാഗ്യമായി കണ്ടിരുന്നവരായിരുന്നു സലഫുകളായ ആളുകൾ. അതുകൊണ്ട് അല്ലാഹു നിന്നെ വിളിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു പറയുന്നു. അവിടുന്ന് പറയുകയാണ്, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ എന്റെ മേൽ ദുൽമിനെ, അക്രമത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. വജഅൽതുഹു ബൈനകും മുഹറമ, അതുകൊണ്ട് തന്നെ ആ ദുൽമിനെ, അക്രമത്തെ നിങ്ങൾക്കിടയിലും അതിനെ ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. അതിനാൽ ഫലാ തളാലമു, നിങ്ങൾ പരസ്പരം അക്രമം ചെയ്യാൻ പാടില്ല, നിങ്ങൾ അതിക്രമത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവന്റെ മേൽ ഹറാമാക്കുന്നതാണ്. ദുൽം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വദ്ഉ ശൈഇ ഫീ ഗൈരി മൗദിഇഹി, ഒരു കാര്യത്തെ അതിന്റെ ശരിയായ സ്ഥാനത്തല്ലാതെ വെക്കുക എന്നുള്ളതാണ് ദുൽം എന്ന് പറയുന്നത്. അതാണ് അക്രമം എന്ന് പറയുന്നത്. ക്രമം തെറ്റുമ്പോൾ അത് അക്രമമായി മാറുന്നു. അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തുകൾ സമർപ്പിക്കേണ്ടത്. അള്ളാഹുവിന്റെ മുൻപിലാണ് നമ്മുടെ ആരാധനയുടെ എല്ലാ വശങ്ങളും എല്ലാ ഇനങ്ങളും നാം സമർപ്പിക്കേണ്ടത്. അത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുമ്പോൾ അത് അക്രമമായി മാറുന്നു. അതാണ് ഏറ്റവും വലിയ അക്രമമെന്നും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അള്ളാഹു അവൻ അക്രമത്തിൽ നിന്ന് പരിശുദ്ധനാണ്, അവൻ ആരോടും ദുൽമ കാണിക്കാത്തവനാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എത്രയോ സ്ഥലങ്ങളിൽ ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞതായി
മനസ്സിലാക്കണം. അവിടുന്ന് പറയുന്നു, വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, ഞാൻ എന്റെ അടിമകളോടും എന്റെ ദാസന്മാരോടും ദുൽമ കാണിക്കുന്നവനല്ല. വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ഇബാദ്, അല്ലാഹു ദുൽമ കാണിക്കില്ല എന്ന് മാത്രമല്ല, അടിമകളോട് ദുൽമ ചെയ്യാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു പോലുമില്ലെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. വലാ യദ്ലിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും ദുൽമ ചെയ്യുകയില്ല, ഒരാളോടും അനീതി പ്രവർത്തിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾ ചെയ്യാത്ത തിന്മകൾ അയാളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയില്ല. അവൻ ചെയ്ത നന്മകളുടെ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറയ്ക്കുകയില്ല. മറിച്ച് ഓരോ നന്മക്കും 10 ഇരട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രതിഫലങ്ങൾ നൽകുകയാണ്, വാഗ്ദാനം ചെയ്യുകയാണ് നമുക്ക് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അണിമണി തൂക്കം അനീതി കാണിക്കുകയില്ല. വഇൻ തകു ഹസനതൻ യുളാഇഫ്ഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അദീമാ, അല്ലാഹു പറയുകയാണ്, വല്ല നന്മയുമാണ് നിന്റെ പക്കലുള്ളതെങ്കിൽ അല്ലാഹു അതിന് ഇരട്ടികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതാണ്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം നബവി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അൽദുൽമു മുസ്തഹീലുൻ മിൻഹു സുബ്ഹാനഹു വ തആല, ദുൽമ എന്ന വിശേഷണം അത് അല്ലാഹുവിൽ നിന്ന് ഒരിക്കലും സംഭവിക്കുകയില്ല, അത് അസാധ്യമായ കാര്യമാണ്. കാരണം ദുൽമ എന്ന് പറയുന്നത് ലിഅന്നഹു തസററുഫുൻ ഫീ മിൽകിൽ ഗൈർ, അത് മറ്റുള്ളവരുടെ ഉടമസ്ഥതയിൽ അതിൽ ഇടപെടുക, അവരുടെ കാര്യത്തിൽ ഇടപെടുക എന്നുള്ളതാണ് ദുൽമ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ആലമു കുല്ലുഹു മിൽകുഹു വ സുൽത്താനുഹു, എന്നാൽ ലോകം മുഴുവൻ അത് അല്ലാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവിന് മറ്റൊരാളുടെ അധികാരത്തിൽ ഇടപെടേണ്ടി വരുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് ദുൽമ സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ ഔ മുജാവസത്തുൽ ഹദ്ദി, അതല്ലെങ്കിൽ പരിധി ലംഘിക്കുക, അതിനും ദുൽമ എന്ന് പ്രയോഗിക്കാറുണ്ട്. വലൈസ ഫൗഖഹു മൻ യുതീഉഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുകളിലായി അല്ലാഹു അനുസരിക്കേണ്ട ഒരാൾ ആരും തന്നെയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ഒരിക്കലും ദുൽമ സംഭവിക്കുകയില്ല. അല്ലാഹുവിന് ദുൽമ ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, അല്ലാഹുവിന് അതിനുള്ള ശക്തിയില്ലാഞ്ഞിട്ടല്ല, അല്ലാഹുവിന് അതിനുള്ള ശക്തിയുണ്ട്. എല്ലാത്തിനും കഴിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ടും തന്റെ സൃഷ്ടികളോട് അല്ലാഹു ദുൽമ ചെയ്യുകയില്ല എന്ന് നാം പറയുമ്പോൾ അല്ലാഹു പൂർണ്ണമായ നീതിമാനാണ് എന്ന കാര്യം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ നിയമങ്ങളിൽ, അല്ലാഹുവിന്റെ ദീനിൽ അത് പരിപൂർണമായും അതിലെ വിധികളെല്ലാം, അതിന്റെ വിധിവിലക്കുകളെല്ലാം അത് നീതിയാണ്, അത് പൂർണ്ണമായും ശരിയാണ് എന്ന ബോധം നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയുകയാണ്, ദുൽമ എന്ന് പറയുന്നത് അത് 2 രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് ദുൽമുൽ അബ്ദി ലിനഫ്സിഹി, ഒരു മനുഷ്യൻ തന്റെ നഫ്സിനോട് തന്നെ ചെയ്യുന്ന അക്രമങ്ങളുണ്ട്. അതിലേറ്റവും വലുത് അത് ശിർക്ക് തന്നെയാണ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്ന ശിർക ലദുൽമുൻ അദീം, നിശ്ചയമായും ശിർക്ക് എന്ന് പറയുന്നതും അത് ഗൗരവമുള്ള വലിയ അക്രമമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ശിർക്കിന് താഴെയുള്ള തെറ്റുകൾ, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, പാപങ്ങൾ, തിന്മകൾ, അതെല്ലാം ഒരു വ്യക്തി സ്വന്തത്തോട് ചെയ്യുന്ന അക്രമമായി ദുൽമായി കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാനായ ആദം അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിന്നും ഒരു വിലക്കിയ പഴം ഭക്ഷിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ മഹാനായ ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും അല്ലാഹുവിനോട് പറയുന്നതായി കാണാം. ഖാലാ റബ്ബന, അവരിരുവരും തന്റെ റബ്ബിനോട് പറയുകയാണ്, വലംനാ അൻഫുസന, ഞങ്ങൾ ഇരുവരും ഞങ്ങളുടെ നഫ്സിനോട് ദുൽമ ചെയ്തിരിക്കുന്നു, അക്രമം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ലംഘിക്കുന്നവർ അവർ അക്രമം ചെയ്യുന്നത് സ്വന്തത്തോട് തന്നെയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തേതാണ് ദുൽമുൽ ഇൻസാനി ലിഗൈരിഹി, ഒരു വ്യക്തി അവൻ മറ്റുള്ളവരോട് അക്രമം ചെയ്യുക, മറ്റുള്ളവരുടെ അവകാശങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അത് അപഹരിക്കുക, അത് അക്രമത്തിലൂടെയും അനീതിയിലൂടെയും അത് കൈവശപ്പെടുത്തുക എന്നുള്ളതും അതും വലിയ ഗുരുതരമേറിയ പാപം തന്നെയാണ്. മനുഷ്യർക്കിടയിൽ പ്രധാനമായും 3 കാര്യങ്ങളിലാണ് ദുൽമ നടക്കാറുള്ളത്. ഒന്നാമത്തേതും അവരുടെ ജീവന്റെ വിഷയത്തിൽ, രണ്ടാമത്തേത് അവരുടെ സമ്പത്തിന്റെ വിഷയത്തിൽ, മൂന്നാമത്തേതും അവരുടെ അഭിമാനത്തിന്റെ വിഷയത്തിൽ. ഈ 3 വിഷയത്തിലും മറ്റുള്ള ആളുകളോടും ദുൽമ ചെയ്യുന്നവരാണ് പലരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 10 അന്ന് അവിടുന്ന് ഹജ്ജത്തുൽ വദാഇൽ അവിടുന്ന് പ്രസംഗിക്കുകയാണ്, ഇന്ന ദിമാഅകും വ അംവാലകും വ അഅറാദകും അലൈക്കും ഹറാമുൻ കഹുർമതി യൗമികും ഹാദാ ഫീ ശഹ്രികും ഹാദാ ഫീ ബലദികും ഹാദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക എന്ന പവിത്രമായ നാട്ടിൽ വെച്ചുകൊണ്ട് പറയുന്നു, ഈ നാട് എത്ര പവിത്രമാണോ, ഈ ഹജ്ജിന്റെ മാസം അതെത്ര പവിത്രമാണോ, ഈ ദുൽഹിജ്ജ 10 അത് അല്ലാഹുവിന്റെ പക്കൽ എത്ര ശ്രേഷ്ഠമാണോ, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് മുഅ്മിനായ ഒരു വ്യക്തിയുടെ അവന്റെ രക്തവും അവന്റെ അഭിമാനവും അവന്റെ സമ്പത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ സമ്പത്തിന്റെ വിഷയത്തിൽ, അവന്റെ അഭിമാനത്തിന്റെ വിഷയത്തിൽ, അവന്റെ രക്തത്തിന്റെ വിഷയത്തിൽ നമുക്ക് ദുൽമ ചെയ്യാൻ അവകാശമില്ല. അത് അല്ലാഹുവിന്റെ അടുക്കൽ അത്രയും പവിത്രതയുള്ള കാര്യമാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദുൽമ ചെയ്തവർക്കുള്ള ഭയാനകത എത്രയാണ്. റസൂലുള്ളാഹി പറയുന്നു, ഇത്തഖു ദുൽമ, നിങ്ങൾ ദുൽമിനെ സൂക്ഷിക്കുക, അക്രമത്തെ സൂക്ഷിക്കുക, അതിലകപ്പെടാതിരിക്കാൻ നിങ്ങൾ മുൻകരുതലുകൾ എടുത്തുകൊള്ളുക. ഫഇന്ന ദുൽമ ദുൽമാതുൻ യൗമൽ ഖിയാമ,
അക്രമം എന്ന് പറയുന്നത് നാളെ ഖിയാമത്ത് നാളിൽ അത് അന്ധകാരങ്ങളായി ഇരുട്ടുകളായി നിന്റെ മേൽ വന്ന് ഭവിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. മുഅ്മിനീങ്ങളായ ആളുകൾ അവർ ഖിയാമത്ത് നാളിൽ പ്രകാശത്താൽ അവരിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ദുൽമ ചെയ്ത ആളുകൾ അവർ വഴിയറിയാതെ ഇരുട്ടുകളിൽ തപ്പിത്തടയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് തന്റെ അധികാരവും സമ്പത്തും ഒക്കെ ഉപയോഗിച്ച് ദുർബലരായ ആളുകളെ അവരെ അടിച്ചമർത്തുന്നവർ, അവരോട് ദുൽമ ചെയ്യുന്നവർ, അവർ വിചാരിച്ചിരിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലയുംലി ലിദ്ദാലിമി, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽമ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് അവധി അവർക്ക് ഇങ്ങനെ നീട്ടിക്കൊടുക്കും. ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിത്ഹു, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിടികൂടാൻ ഉദ്ദേശിച്ചാൽ പിന്നീട് അവന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അല്ലാഹുവിന്റെ പിടുത്തത്തിൽ നിന്നും, ആ ശക്തമായ പിടുത്തത്തിൽ നിന്നും അവന് രക്ഷപ്പെടാൻ കഴിയുകയില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ദുൽമിന്റെ ഭയാനകതയായി റസൂലുള്ളാഹി പറയുന്നു, മൻ കാനത് ലഹു മദ്ലിമത്തുൻ ലിഅഖീഹി മിൻ ഇർദിഹി ഔ ഷൈഇൻ, തന്റെ സഹോദരന്റെ അഭിമാനമോ അതല്ലെങ്കിൽ മറ്റു വല്ല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്റെ സഹോദരനോട് നിങ്ങൾ ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫല്യതഹല്ലൽഹു മിൻഹുൽ യൗം, അത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിങ്ങൾ അത് പറഞ്ഞു തീർക്കുക, അത് മാപ്പാക്കുക. ഖബല അല്ലാ യകൂന ദീനാറുൻ വലാ ദിർഹമുൻ, ദിർഹമുകളും ദീനാറുകളും ഒന്നും ഉപകാരപ്പെടാത്ത ഖിയാമത്ത് നാൾ വരുന്നതിന് മുൻപായി ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിങ്ങൾ അത് തീർക്കുക. ഇനി നിങ്ങൾ അത് തീർച്ചില്ല എങ്കിൽ നാളെ പരലോകത്തേക്ക് വന്നെത്തുമ്പോൾ അവിടെ ദിർഹമുകളും ദീനാറുകളുമെല്ലാം പരസ്പരം കൈമാറ്റം ചെയ്യുന്നതും മറിച്ച് നിങ്ങളുടെ നന്മതിന്മകൾ എടുത്തുകൊണ്ടും നിങ്ങൾ ആരെയാണോ ആക്രമിച്ചത് അവർക്കെതിരെയുള്ള പരിഹാരമായി അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പരിഹാരം തീർപ്പ് കൽപ്പിക്കുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. അതുപോലെ തന്നെ ദുൽമിന്റെ ഭയാനകതയായി റസൂലുള്ളാഹി പറയുന്നു, ആക്രമിക്കപ്പെട്ടവൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നതാണ്. വലൗ കാന കാഫിറ, അവൻ കാഫിറാണെങ്കിലും നീ ആരെയാണോ ദുൽമ ചെയ്തത് അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്നും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതാണ് ഹദീസിൽ വന്നിട്ടുള്ള ഒന്നാമത്തെ കാര്യം. ഇതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വിളിക്കുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ദാല്ലുൻ ഇല്ലാ മൻ ഹദൈതുഹു, നിങ്ങളെല്ലാവരും വഴിപിഴച്ചവരായിരുന്നു, സന്മാർഗത്തിന്റെ മാർഗമറിയാതെ നേർവഴി അറിയാതെ വഴി തെറ്റി നടക്കുന്നവരായിരുന്നു. ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ഹിദായത്തിലാക്കിയവരൊഴികെ. അതുകൊണ്ട് ഫസ്തഹ്ദൂനി അഹ്ദിക്കും, നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു ഒരു വ്യക്തിയെ ഹിദായത്തിലാക്കുക എന്നുള്ളത് അത് അല്ലാഹുവിന്റെ ഫളലാണ്, അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അല്ലാഹുവിന്റെ ഔദാര്യം അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാവരോടും നീതി കാണിക്കുന്നതാണ്. ഒരാളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അനീതി കാണിക്കുകയില്ല. അല്ലാഹു പറയുന്നു, മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, അല്ലാഹു ആരെയാണോ നേർമാർഗത്തിലാക്കിയത് അവൻ നേർവഴി പ്രാപിച്ചവനാണ്. വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദ, അല്ലാഹു നേർമാർഗത്തിലാക്കാത്തവൻ, അല്ലാഹു ദുർമാർഗത്തിൽ ആരെയാണോ ആക്കിയത് അവനെ നേർമാർഗത്തിലാക്കുന്നവനായി ഒരാളും തന്നെ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നാം 17 തവണ ദിനേന അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണമേ. അല്ലാഹുവിനോട് ഹിദായത്തിന് വേണ്ടി നാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹിദായത്തിന്റെ മാർഗത്തിൽ അതിൽ ഉറപ്പിച്ചു നിർത്തുവാൻ, നമ്മുടെ ഹിദായത്ത് വർദ്ധിപ്പിച്ചു നൽകുവാൻ അല്ലാഹുവിനോട് നിരന്തരമായി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വിളിക്കുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ജായിഉൻ ഇല്ലാ മൻ അത്അംതുഹു, നിങ്ങൾ എല്ലാവരും വിശക്കുന്നവരായിരുന്നു, ഞാൻ ഭക്ഷിപ്പിച്ചവരൊഴികെ. ഫസ്തത്ഇമൂനി ഉത്ഇംകും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കുക, ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആകാശത്തിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുകയും ആ മഴ മുഖേന സസ്യങ്ങളും പച്ചക്കറികളും എല്ലാം നമുക്ക് വേണ്ടി സംവിധാനിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയ സന്ദർഭത്തിൽ പറഞ്ഞതായി കാണാം, അല്ലദീ അത്അമഹും മിൻ ജൂഅ്, വിശപ്പിൽ നിന്ന് നിങ്ങൾക്ക് ആഹാരം നൽകിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വഹുവ യുത്ഇമു വലാ യുത്അം, അല്ലാഹു നിങ്ങൾക്ക് ആഹാരം നൽകുന്നു, എന്നാൽ അല്ലാഹുവിന് ആഹാരത്തിന്റെ ഭക്ഷണത്തിന്റെ ആവശ്യമില്ല, അവനത് നൽകപ്പെടുകയില്ല. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, വല്ലദീ ഹുവ യുത്ഇമുനി വയസ്കീൻ, ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവരെന്നെ ഭക്ഷിപ്പിച്ചവനാണ്, അവരെന്നെ കുടിപ്പിച്ചവനാണെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തിയതായി കാണാം. ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഒരു പ്രാർത്ഥനയുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, എന്റെ യാതൊരു കഴിവോ ശക്തിയോ ഇല്ലാതെ ഈ ഭക്ഷണം അതെനിക്ക് ഉദാരമായി നൽകിയ, അതെന്നെ ഭക്ഷിപ്പിക്കുകയും ചെയ്ത അല്ലാഹുവിനാണ് എല്ലാ ഹംദുമെന്നും നാം പറയാറുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണം അത് അല്ലാഹു നൽകിയതാണ്. അതുകൊണ്ട് ഭക്ഷണം ആവശ്യമുള്ളവർ, റിസ്ക് വേണ്ടവർ അവർ അല്ലാഹുവിന്റെ മുൻപിലാണ് അവരുടെ കൈകൾ ഉയർത്തേണ്ടത്. അല്ലാഹു വീണ്ടും പറയുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതുഹു, നിങ്ങളെല്ലാവരും നഗ്നരായിരുന്നു, ഞാൻ വസ്ത്രം ധരിപ്പിച്ചവരൊഴികെ. ഫസ്തക്സൂനി അക്സുക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രത്തെ ചോദിക്കുക,
ഞാൻ നിങ്ങളെ വസ്ത്രം ധരിപ്പിക്കുന്നതാണ്. നമ്മുടെ മാതാവിന്റെ വയറ്റിൽ നിന്നും നാം പുറത്തു വന്നപ്പോൾ നഗ്നരായിക്കൊണ്ടാണ് പുറത്തു വന്നത്. നമ്മുടെ മാതാപിതാക്കൾ അവർ നമ്മളെ വസ്ത്രം ധരിപ്പിക്കുകയാണ്. നമ്മുടെ ഔറത്ത് മറയ്ക്കാനുള്ള വസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വാങ്ങിക്കാനുള്ള സാമ്പത്തികമായ കഴിവുകൾ അത് നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് വസ്ത്രം ആവശ്യമുള്ളവൻ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും ചോദിച്ചു കൊള്ളട്ടെ. വസ്ത്രം ധരിച്ചാലുള്ള പ്രാർത്ഥനയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ സൗബ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. എന്റെ യാതൊരു കഴിവും ശക്തിയും കൂടാതെ തന്നെ എനിക്ക് ഈ വസ്ത്രം ഉദാരമായി നൽകുകയും അത് എന്നെ അണിയിക്കുകയും ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്, അവനാണ് മുഴുവൻ ഹംദുമെന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം നൽകിയവൻ, നമ്മെ വസ്ത്രം ധരിപ്പിച്ചവൻ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹുവിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ അല്ലാഹുവിലേക്ക് അങ്ങേയറ്റം ആവശ്യക്കാരാണ് എന്ന പാഠമാണ് ഈ വാക്കിലൂടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വിളിക്കുകയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ധാരാളം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാനാകട്ടെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്ത് മാപ്പാക്കി നൽകുന്നതാണ്. ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് പുറത്ത് നൽകുന്നതാണ്. മനുഷ്യരായ ആളുകൾ അവർ ധാരാളം തെറ്റുകൾ ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടുന്ന് പറഞ്ഞതായിരിക്കണം, കുല്ലു ബനി ആദമ ഖത്താ, ആദം സന്തതികളെല്ലാം അവർ ധാരാളമായി തെറ്റുകൾ സംഭവിക്കുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, അങ്ങനെ ധാരാളം തെറ്റുകൾ സംഭവിക്കുന്നവരിൽ ഏറ്റവും നല്ല ആളുകൾ അല്ലാഹുവിലേക്ക് ധാരാളമായി തൗബ ചെയ്യുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ അവന്റെ കൈ നീട്ടിയിരിക്കുകയാണ് പകലിൽ തെറ്റ് ചെയ്ത ആളുകൾ അവരുടെ തൗബ സ്വീകരിക്കുന്നതിനു വേണ്ടി. വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിൽ അവന്റെ കൈകൾ നീട്ടിയിരിക്കുകയാണ് രാത്രി തെറ്റ് ചെയ്ത ആളുകൾ അവരുടെ തൗബ സ്വീകരിക്കുന്നതിനു വേണ്ടി. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തുടരുന്നതാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുകയില്ല, അതിന്റെ വാതിലുകൾ അതോടുകൂടി കൊട്ടിയടക്കപ്പെടുകയാണ്. അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് അല്ലാഹു പൊറുക്കാത്ത ഒരു തിന്മയുമില്ല. ശിർക്കാണെങ്കിലും കുഫ്റാണെങ്കിലും ബിദ്അത്തുകളാണെങ്കിലും മറ്റു വൻ പാപങ്ങളാണെങ്കിലും അല്ലാഹു അത് പൊറുത്തു നൽകുന്നതാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു നൽകുന്നതാണ്. ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യബ്ന ആദം, മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇന്നക മാ ദഅഉതനി വറജൗതനി, നീ എന്നോട് പ്രാർത്ഥിക്കുന്ന കാലമത്രയും എന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന കാലമത്രയും ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി, നിന്റെ തെറ്റുകളെല്ലാം ഞാൻ പൊറുത്തു നൽകുന്നതാണ്, അത് ഞാൻ ഗൗനിക്കുകയില്ല. യബ്ന ആദം, അല്ലയോ മനുഷ്യ, ലൗ ബലഗത് ദുനൂബുക അനാന സമാ, നിന്റെ തെറ്റുകൾ നിന്റെ പാപങ്ങൾ അത് മേഘം കണക്കെ ഉണ്ടെങ്കിലും ആകാശം മുട്ടെ ഈ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും സുമ്മസ്തഗ്ഫർതനി ഗഫർതു ലക, പിന്നീട് നീ എന്നോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയാണെങ്കിൽ ഇസ്തിഗ്ഫാർ തേടുകയാണെങ്കിൽ ഞാൻ നിനക്ക് പുറത്തു നൽകുന്നതാണ്. വലാ ഉബാലി, നിന്റെ തെറ്റുകൾ നീ മുൻപ് ചെയ്തു കൂട്ടിയ ചിന്മകൾ അത് ഞാൻ ഗൗനിക്കുകയില്ല. യബ്ന ആദം, അല്ലയോ മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഭൂമി മുഴുവൻ തെറ്റുകളുമായിട്ടാണ് നീ എന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅ, നീ എന്റെ അടുക്കൽ കടന്നു വരുമ്പോൾ ശിർക്ക് ചെയ്യാത്തവനായി എന്നിൽ യാതൊന്നും പങ്കു ചേർക്കാത്തവനായി കൊണ്ടാണ് നീ എന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, നീ ഭൂമി നിറയെ തെറ്റുമായി എന്റെ അടുക്കൽ വന്നാൽ ആ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി ഞാൻ നിന്റെ അടുക്കലേക്ക് വരുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളിൽ നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹുവിന്റെ മുൻപിൽ ആത്മാർത്ഥമായി നമ്മൾ തൗബ ചെയ്യേണ്ടതുണ്ട്. തൗബ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ മുൻപിൽ പൂർണ്ണമായും നമ്മൾ ഖേദത്തോടുകൂടി ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിരമിച്ചതിന് ശേഷം ഇനി അതിലേക്ക് മടങ്ങില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് അങ്ങനെയായിരിക്കണം തൗബ ചെയ്യേണ്ടത്. അതാണ് തൗബത്തുൻ നസൂഹ, ശരിയായ തൗബ എന്ന് പറയുന്നത്. ഇനി സൃഷ്ടികളുമായി നിനക്ക് വല്ല ബാധ്യതകളും ഉണ്ടെങ്കിൽ ആ ബാധ്യതകൾ നീ പറഞ്ഞു തീർക്കണം. അവർക്ക് സാമ്പത്തികമായി നൽകാനുണ്ടെങ്കിൽ അത് നീ നൽകണം. അങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്. അതല്ലാതെ കേവലം വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർത്താൽ മാത്രം പോരാ. ആ തെറ്റുകളിലേക്ക് പിന്നീട് മടങ്ങില്ല എന്ന ഉറച്ച തീരുമാനവും ചെയ്തു കൂട്ടിയ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും വിരമിക്കുകയും അതിൽ ഖേദവും ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക, അവനിലേക്ക് ഖേദിച്ച് മടങ്ങുക. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ഞാൻ ഒരു ദിവസം അല്ലാഹുവിലേക്കും 100 തവണ ഞാൻ തൗബ ചെയ്യാറുണ്ട്. അതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം തെറ്റുകൾ ചെയ്യുന്നവനാണ് എന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പാപ സുരക്ഷിതത്വം നൽകിയവനാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് മാതൃകയാവുകയാണ്. നാം ദിനേന ധാരാളം തെറ്റുകൾ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ധാരാളമായി ഖേദിച്ച് മടങ്ങണം.
എന്ന പാഠമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് തെറ്റുകൾ അത് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയുക. അതിന് അള്ളാഹുവിനും നമുക്കുമിടയിൽ മറ്റു മധ്യവർത്തികളുടെ ആവശ്യമില്ല. ആരുടെയെങ്കിലും മുൻപിൽ പോയി കുമ്പസരിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ തങ്ങന്മാരുടെയും ബീവിമാരുടെയും ജാറങ്ങളിലും പോയി അവിടെ ഏറ്റുപറയേണ്ടതില്ല. അള്ളാഹുവിനോട് നേരിട്ട് പറയുക. അള്ളാഹു നമ്മുടെ പാപങ്ങൾ മാപ്പാക്കി നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അള്ളാഹു വീണ്ടും വിളിക്കുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നക്കും ലൻ തബ്ലുഗൂ ദർരി ഫതദുറൂനി വലൻ തബ്ലുഗൂ നഫ്ഇ ഫതൻഫഊനി. എന്റെ അടിമകളെ, നിങ്ങൾക്ക് എന്നെ വല്ല ഉപദ്രവവും ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അതുപോലെ എനിക്ക് വല്ല ഉപകാരവും ചെയ്യാൻ നിങ്ങൾക്കതിന് സാധിക്കുകയില്ല. നിങ്ങൾ ആരും തന്നെ അതിനോളം എത്തിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ചെയ്യുന്നവൻ അന്നാഫിഉ അദ്ദാർ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ അസ്തിത്വത്തിൽ, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ, അല്ലാഹുവിന്റെ അധികാരങ്ങളിൽ അതിൽ ഉപദ്രവം ഏൽപ്പിക്കാൻ, അതല്ലെങ്കിൽ അല്ലാഹുവിനെ വല്ല സഹായവും ചെയ്യാൻ ഒരാൾക്കും തന്നെ കഴിയുകയില്ല. അത് അല്ലാഹുവിന്റെ ധന്യതയും അവന്റെ പൂർണ്ണതയും അവന്റെ മഹത്വവുമാണ് നമ്മോട് അറിയിക്കുന്നത്. അല്ലാഹു വീണ്ടും പറയുന്നു, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങളിൽ മനുഷ്യരും ജിന്നുകളും അതുപോലെ ആദ്യകാലക്കാരും അവസാനകാലക്കാരും അവരെല്ലാവരും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള ഒരു വ്യക്തിയുടെ ഹൃദയം പോലെ നിങ്ങളെല്ലാവരും ആയിത്തീർന്നാൽ പോലും മാ സാദ ഫീ മുൽക്കി ശൈഅ, അതെന്റെ അധികാരത്തിൽ പ്രത്യേകിച്ച് യാതൊന്നും വർദ്ധിപ്പിക്കുകയില്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങളിൽ മനുഷ്യരും ജിന്നുകളും അതുപോലെ ആദ്യകാലക്കാരും അവസാനകാലക്കാരും അവരെല്ലാവരും അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിൽ ഏറ്റവും ദുഷ്ടനായ, ഏറ്റവും പാപിയായ, ചമ്മാരിയായ ഒരു വ്യക്തിയുടെ ഹൃദയമുള്ളവനാണെങ്കിൽ അത് അല്ലാഹുവിന്റെ അധികാരത്തിൽ നിന്നും യാതൊന്നും കുറവ് വരുത്തുകയില്ല. അള്ളാഹുവിന്റെ അധികാരം എന്ന് പറയുന്നത് അതിവിശാലമാണ്. അതിൽ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ കാരണമായി അതിലേറ്റക്കുറച്ചുകൾ യാതൊന്നും സംഭവിക്കുകയില്ല. അള്ളാഹു പറഞ്ഞതായി കാണാം, ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന് നിങ്ങൾ ആവശ്യമില്ല, അവൻ നിങ്ങളുടെ ആശ്രയത്തിൽ നിന്നും അല്ലാഹു മുക്തനാണ്. മറ്റൊരായത്തിൽ പറഞ്ഞു, വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, നിങ്ങൾ നന്ദി കാണിക്കുന്നത് അതിന്റെ ഉപകാരം അത് നിങ്ങൾക്ക് തന്നെയാണ്. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, എന്നാൽ ആരെങ്കിലും അല്ലാഹുവിനോട് നന്ദി കാണിക്കുകയാണെങ്കിൽ അത് അല്ലാഹുവിനെ യാതൊന്നും സംഭവിക്കുകയില്ല. അല്ലാഹുവിന്റെ അധികാരത്തിൽ, അല്ലാഹുവിന്റെ അസ്തിത്വത്തിൽ, അല്ലാഹുവിന്റെ വിശേഷണത്തിൽ അത് യാതൊരു കുറവും വരുത്തുകയില്ല. ഫഇന്നല്ലാഹ ഗനിയ്യുൻ, അല്ലാഹു ധന്യനാണ്, അവൻ ഒരാളുടെയും ആവശ്യമില്ല എന്ന് ശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്നും പൂർണ്ണമായും ധന്യനായ അല്ലാഹുവിന്റെ മഹത്വം തിരിച്ചറിയുകയും ആ അല്ലാഹുവിലേക്ക് കൂടുതലായി അടുക്കുവാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വിളിക്കുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങളിലുള്ള മനുഷ്യരും ജിന്നുകളും അതുപോലെ ആദ്യകാലക്കാരും അവസാനകാലക്കാരും അവരെല്ലാവരും ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ, അവരെല്ലാവരും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടുകയാണ്. ഫസഅലൂനി, അവർ ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾ എന്നോട് ചോദിക്കുകയാണ്. ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, അവർ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും അതിനെല്ലാം ഞാൻ അവർക്ക് ഉത്തരം നൽകുകയാണ്. മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ, ഒരു സൂചി കടലിലേക്ക് പ്രവേശിപ്പിച്ചാൽ അത് ആ കടലിലെ വെള്ളം അതിൽ കുറവ് വരുത്താത്തതുപോലെ എന്റെ ഖജനാവിൽ നിന്ന് നിങ്ങൾ എത്ര തന്നെ ചോദിച്ചാലും ഞാൻ എത്ര തന്നെ നൽകിയാലും ആ ഖജനാവിൽ നിന്ന് യാതൊന്നും കുറയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, മാ ഇൻദകും യൻഫദ്, സൃഷ്ടികളുടെ അടുക്കലുള്ളത് അത് തീർന്നു പോകുന്നതാണ്. വമാ ഇൻദല്ലാഹി ബാഖ, അല്ലാഹുവിന്റെ അടുക്കലുള്ളത് അത് തീരുകയില്ല, എന്നെന്നും നിലനിൽക്കുന്നതാണ്, അത് അവശേഷിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യദുല്ലാഹി മൽആ, അല്ലാഹുവിന്റെ കരം അത് നിറഞ്ഞതാണ്, ഔദാര്യം കൊണ്ടും നന്മകൾ കൊണ്ടും നിറഞ്ഞ കൈകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേത്. ലാ തഗീബുഹാ നഫഖത്തുൻ സഹാഉൽ ലൈല വന്നഹാർ, അല്ലാഹു രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്, ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അല്ലാഹുവിന്റെ ഖജനാവിൽ നിന്നും അത് യാതൊന്നും തന്നെ കുറവ് വരുത്തുകയില്ല എന്ന് അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് രാജാതിരാജനായ അല്ലാഹുവിന്റെ
അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുക. ഒരിക്കലും തീർന്നു പോകാത്ത ഖജനാവിന്റെ ഉടമയായ അള്ളാഹുവിന്റെ മുൻപിൽ നമ്മുടെ ആവശ്യങ്ങൾ നാം പറയുക. ഒരിക്കൽ മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാ അദ്ദേഹം ചില ആളുകളെ കാണുകയാണ്. അവർ രാജാക്കന്മാരുടെ വീടുകളുടെ മുൻപിൽ, അതല്ലെങ്കിൽ അവരുടെ കൊട്ടാരങ്ങളുടെ മുൻപിൽ അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവരുടെ കൊട്ടാരങ്ങൾ, അത് വാതിലുകൾ അടക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാ അവരോട് പറഞ്ഞതായി കാണാം, നിങ്ങൾ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ട രാജാക്കന്മാരുടെ മുൻപിൽ നിന്ന് മാറിക്കൊണ്ട് അള്ളാഹുവിന്റെ മസ്ജിദുകളിലേക്ക് നിങ്ങൾ പോവുക. അവിടെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ 2 റക്അത്ത് നമസ്കരിക്കുകയും ഒരിക്കലും തീരാത്ത ഖജനാവിന്റെ ഉടമയായ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കൊള്ളുകയും ചെയ്യുക എന്ന് അദ്ദേഹം അത്തരത്തിലുള്ള ആളുകളോട് വസിയ്യത്ത് നൽകിയതായി കാണാം. അള്ളാഹു പറയുന്നു വീണ്ടും, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅ്മാലുക്കും, ഇതൊക്കെയാകുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഉഹ്സിഹാ ലക്കും, ഞാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് നിങ്ങൾക്കായി ക്ലിപ്തപ്പെടുത്തി അത് കണക്കാക്കി വെക്കുന്നതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും അള്ളാഹു അത് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതിൽ കൂടുതലോ കുറവുകളോ ഒന്നും തന്നെ അതിലില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, സുമ്മ ഉവഫീകും ഇയ്യാഹ, എന്നിട്ട് ആ പ്രവർത്തനങ്ങൾക്കുള്ള പരിപൂർണമായ പ്രതിഫലം നിങ്ങൾക്ക് ഞാൻ പരലോകത്ത് നൽകുന്നതാണ്. ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാ, ആ സന്ദർഭത്തിൽ ആരാണോ ഖൈർ, നന്മ കണ്ടെത്തിയത്, അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ. ആ നന്മ ചെയ്യാൻ, ആ നന്മ അള്ളാഹു സ്വീകരിച്ചതിന്റെ പേരിൽ, അതിന് അള്ളാഹു പ്രതിഫലം നൽകിയതിന്റെ പേരിൽ അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ. എന്നാൽ വമൻ വജദ ഗൈറ ദാലിക്, നന്മയല്ലാത്ത മറ്റു വല്ലതുമാണ് അവൻ കണ്ടെത്തുന്നതെങ്കിൽ, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ സ്വന്തത്തെ അല്ലാതെ മറ്റാരെയും അവൻ കുറ്റപ്പെടുത്തേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെയും തിന്മയുടെയും മാർഗങ്ങൾ നിനക്ക് വ്യക്തമായി വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. എന്നിട്ടും നീ ആ തിന്മയുടെ വഴി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, നിന്റെ ദേഹേച്ഛയുടെ മാർഗത്തെയാണ് നീ പിന്തുടരുന്നതെങ്കിൽ, നീ സ്വന്തത്തെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്ന് ധന്യനായ റബ്ബിന്റെ മഹത്വം തിരിച്ചറിയുകയും ഒരിക്കലും തീരാത്ത ഖജനാവിന്റെ ഉടമയായ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ നാം ചോദിക്കുകയും ചെയ്യുക. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞതായി കാണാം, സലുല്ലാഹ കുല്ല ശൈഇൻ, അള്ളാഹുവിനോട് നിന്റെ എല്ലാ ആവശ്യങ്ങളും നീ ചോദിച്ചു കൊള്ളുക. ഹത്ത ശിസ്അ, നിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയത് പോലും നീ അള്ളാഹുവിനോട് ചോദിക്കുക. ഫഇന്നല്ലാഹ ഇല്ലം യുയസ്സിർഹു ലം യതയസ്സർ, അത് നിനക്ക് അള്ളാഹു എളുപ്പമാക്കിയാലല്ലാതെ അത് നിനക്ക് എളുപ്പമാവുകയില്ല. അതുകൊണ്ട് എന്താവശ്യമുണ്ടായാലും, എന്ത് തന്നെ പ്രയാസങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്നാലും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. അതിൽ നമുക്ക് മടിപാടില്ല. നമുക്ക് ഹിദായത്ത് ലഭിക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങൾക്ക് ഈമാനികമായ ബലം ലഭിക്കണമെങ്കിൽ, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ, നമുക്ക് ദുനിയാവിൽ ഉപജീവനം ലഭിക്കണമെങ്കിൽ, സമ്പത്ത് ലഭിക്കണമെങ്കിൽ, എല്ലാം അള്ളാഹുവിന്റെ മുൻപിൽ നീ ചോദിച്ചു കൊള്ളുക. ഒരു കവി പറഞ്ഞതായി കാണാം, ലാ തസ്അലന്ന ബുനയ്യ ആദമ ഹാജതൻ, നീ മനുഷ്യരോട് നിന്റെ ഒരാവശ്യവും നീ ചോദിക്കരുത്. വസലില്ലദീ അബ്വാബുഹു ലാ തുഹ്ജബു, ഒരിക്കലും അടക്കപ്പെടാത്ത, ഒരിക്കലും തടയപ്പെടാത്ത കവാടങ്ങളുടെ ഉടമയായ അള്ളാഹുവിനോട് നിന്റെ ആവശ്യങ്ങൾ നീ ചോദിച്ചു കൊള്ളുക. എന്നിട്ട് പറയുന്നു, അല്ലാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു, അള്ളാഹുവിനോടുള്ള ചോദ്യങ്ങൾ അത് നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നിന്നോട് കോപിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ച കാര്യമാണ്. എന്നിട്ട് പറയുന്നു, വബുനയ്യ ആദമ ഹീന യുസ്അലു യഗ്ദബു, എന്നാൽ മനുഷ്യരുടെ അവസ്ഥ എങ്ങനെയല്ല, അവരോട് ചോദിക്കുന്നത് അവർക്ക് വെറുപ്പാണ്. നാം ഒരാളോട് സഹായം ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ അയാൾ നൽകും, വീണ്ടും വീണ്ടും ചോദിക്കുന്നത് മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് പ്രയാസമുണ്ടാക്കുന്നതാണ്, അവർക്ക് ദേഷ്യം പിടിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുക. നിനക്ക് ഉപജീവനം വേണോ, നിനക്ക് വസ്ത്രം വേണോ, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടണമോ, എന്ത് തന്നെയുണ്ടെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ പറയുക. നമ്മളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചിട്ട് എത്ര കാലമായി? ദുനിയാവിൽ ബിസിനസ്സിൽ ലാഭമില്ല എന്ന് പറയുന്നവർ, അതല്ലെങ്കിൽ വല്ല ദുനിയാവിപരമായി കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നവർ, അവർ ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളുമായി അവർ ഇടപഴകും. പക്ഷേ അള്ളാഹുവിന്റെ മുൻപിൽ അവർ അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നില്ല. ആ ഉപജീവനത്തിൽ ബറക്കത്ത് ലഭിക്കുവാൻ, അതിൽ ഖൈർ ലഭിക്കുവാൻ അള്ളാഹുവിന്റെ മുൻപിൽ അത് പറയാൻ പലർക്കും മടിയാണ്, അതല്ലെങ്കിൽ അവർക്കതിന് സമയം ലഭിക്കുന്നില്ല, അത് കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം തിരിച്ചറിയുകയും അവന്റെ ഒരു അടിമയായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു അബ്ദായി, അവന്റെ തൃപ്തിയിൽ ജീവിച്ച് മരണമടയാൻ അവനെ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على نبينا محمد.